അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാള സാഹിത്യ ചരിത്രത്തിൽ മനുഷ്യസ്നേഹത്തിന്റെ മഹാഗാഥകളെന്ന് വിശേഷിപ്പിക്കാവുന്ന കാവ്യങ്ങൾ കൊണ്ട് ഇതിഹാസം രചിച്ച മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങി. 8 പതിറ്റാണ്ട് നീണ്ട കാവ്യജീവിതത്തിന് പരിസമാപ്തി കുറിച്ച് അക്കിത്തം ഓർമ്മയാവുകയാണ്. പാലക്കാട് ജില്ലയിൽ കുമരനെല്ലൂർ അമ്മേറ്റൂർ അക്കിത്തത്ത് മനയിൽ 1926 മാർച്ച് 18 അക്കിത്തത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിന്റെയും മകനായാണ് അച്യുതൻ നമ്പൂതിരിയുടെ ജനനം. ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ 1956 സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അക്കിത്തം 1975 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി. ആധുനിക മലയാള കവിതയ്ക്ക് മുതൽക്കൂട്ടായ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയിലെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ 1950കളിലെ കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിനു പുറമെ വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷ ക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുല മുന്തിരിങ്ങ, ഭാഗവതം വിവർത്തനം 3 ബാല്യങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അമൃതഗാഥിക, അക്കിത്തത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ 46ഓളം കൃതികൾ അക്കിത്തം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, അമൃതകീർത്തി പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള 2008 എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, പത്മശ്രീ പുരസ്കാരം എന്നിങ്ങനെ അക്കിത്തത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ നിരവധിയാണ്. 2019 മഹാകവിയെ തേടി ജ്ഞാനപീഠ പുരസ്കാരം എത്തുന്നത്. മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ എഴുത്തുകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസകാരന് മലയാളം മിഷൻ റേഡിയോ മലയാളത്തിന്റെ ആദരാഞ്ജലികൾ. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവി അക്കിത്തത്തിന്റെ ഓർമ്മകളുമായി എഴുത്തുകാരനും മലയാളം മിഷൻ ഭരണസമിതി അംഗവുമായ KP രാമനുണ്ണി. ജീവിതം വേദനയെങ്കിൽ ഔഷധം സ്നേഹം തന്നെ എന്ന തത്വത്തിൻ്റെ ആചാര്യനായാണ് മഹാകവി അക്കിത്തം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച മഹാകവി, മാനവികതാവാദമുയർത്തിയ ഇതിഹാസ ശബ്ദം, സമുദായ പരിഷ്കരണത്തിൻ്റെ കാഹളം, ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ, VT ഭട്ടതിരിപ്പാട്, EMS എന്നീ മഹാരഥന്മാരുടെ നിഴലായി വർത്തിച്ചിരുന്ന പുരോഗമനവാദി, പ്രശസ്തമായ പൊന്നാനി കളരിയുടെ പ്രയോക്താവ്, ഇങ്ങനെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ എത്രയും നീട്ടാവുന്നതാണ്. ആ മനീഷിയുടെ തിരോധാനത്തോടെ മലയാളത്തിലെ മഹാകവികളുടെ അവസാന കണ്ണിയാണ് അറ്റിരിക്കുന്നത്. വിഷയത്തിൻ്റെയും അനുഭൂതിയുടെയും വൈവിധ്യത്താലും വൈചിത്ര്യത്താലും ഏറെ ആഴവും പരപ്പുമാർന്നതാണ് അക്കിത്തത്തിൻ്റെ കാവ്യലോകമെന്ന് പറയാം. ദുഃഖം, സ്നേഹം, കർമ്മം എന്നിവയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിതകളുടെ അച്ചുതണ്ടുകൾ. ജീവിതം ദുഃഖവും വേദനയുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ആ അവസ്ഥാവിശേഷത്തെ മറികടക്കാനുള്ള ഔഷധം നിരുപാധിക സ്നേഹമാണ്. നിസ്വാർത്ഥമായ കർമ്മങ്ങളിലൂടെയാണ് നിരുപാധിക സ്നേഹം പ്രകാശിതമാകുക. ഇതാണ് അക്കിത്തം കവിതകളുടെ ദാർശനിക സത്ത.
മനുഷ്യബന്ധങ്ങളാണ് അദ്ദേഹം പ്രധാനമായും തൻ്റെ കൃതികളിൽ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും ആ കവിതയ്ക്ക് വിഷയമാകുന്നുണ്ട്. ഇവയെല്ലാം സമന്വയിപ്പിക്കുന്ന സർവഭൂത ഹൃദയത്വം അക്കിത്തത്തിൻ്റെ രചനകളിൽ കാണാം. 80 വയസ്സിന് ശേഷവും മഹാകവിയുടെ സർഗശക്തിക്ക് യാതൊരു കുറവും വന്നിരുന്നില്ലെന്ന് അവസാന കാലത്തെഴുതിയ അന്തിമഹാകാലം സാക്ഷ്യപ്പെടുത്തുന്നു. അന്തിമഹാകാലം എന്ന പേരു തന്നെ വളരെ ആലോചനാമൃതമാണ്. തൻ്റെ അന്തിയായെന്നും പക്ഷേ തനിക്കല്ല മഹാകാലത്തിനാണ് പ്രസക്തിയെന്നും ഈ ശീർഷകം ധ്വനിപ്പിക്കുന്നുണ്ട്. കാലത്തിനു മുന്നിൽ അക്കിത്തം പരമ വിനീതനാണ്. കാലം മാത്രമാണ് സത്യം എന്ന് അദ്ദേഹം പേർത്തും പേർത്തും ഓർമ്മിപ്പിക്കാറുണ്ട്. നീ മാത്രം സത്യം എന്ന കവിത ഇങ്ങനെയാണ്: കാലമേ കനിയുക, സദയം വെട്ടിക്കളഞ്ഞാലുമൻ കൈക്കുറ്റപ്പാടിലുള്ള പാഴ്വാക്കുകൾ അർത്ഥമുള്ളവ, നിത്യപ്രണവ സംഗീത സാന്ദ്രാനന്ദം പൊഴിപ്പവ, വല്ലതും ശേഷിക്കുകിൽ അതുമാത്രം നീ ശേഖരിച്ചു വയ്ക്കുക. വെട്ടിയകറ്റിയിടുകൻ പേർ ഞാൻ മിഥ്യ, നീ മാത്രം സത്യം. മേൽപ്പറഞ്ഞ വിനയാന്വിതമായ അഹന്താരാഹിത്യം എൻ്റെയല്ല ഈ കൊമ്പനാനകൾ, എൻ്റെയല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന വരികളിലും കണ്ടെത്താം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ എന്ന് പ്രാർത്ഥിച്ച തുഞ്ചത്താചാര്യൻ്റെ താവഴിക്കാരൻ തന്നെയാണ് അക്കിത്തവും എന്നർത്ഥം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പൊന്നാനിക്കളരിയുടെ പ്രയോക്താവായതും. നാട്യമോ ഗർവോ തൊട്ടു തീണ്ടാത്ത ഇടശ്ശേരിയായിരുന്നു അക്കിത്തത്തിൻ്റെ ഗുരു. പൊന്നാനിക്കളരിയുടെ സവിശേഷതകളെയും അതിലെ എഴുത്തുകാരെയും കുറിച്ച് അദ്ദേഹം പുസ്തകവും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടാൻ ഈ ലേഖകനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പരക്ലേശവിവേകം, പരപരിഗണന എന്നീ പൊന്നാനിക്കളരിയുടെ മൂല്യങ്ങൾ അക്കിത്തം പരമാവധി സ്വാംശീകരിച്ചു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിലായിരം സൗരമണ്ഡലം എന്നീ വരികൾ അങ്ങനെ ഉറവയെടുത്തതാണ്. നവീനമായ ജീവിതത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെയും അഗാധമായ അർത്ഥമാനങ്ങളോടെ പിടിച്ചെടുക്കാൻ മഹാകവിക്ക് മിടുക്കുണ്ടായിരുന്നു. താരതമ്യേനെ അവസാന കാലത്തെഴുതിയ ബുഫേ എന്ന കവിത തന്നെ ഉദാഹരണം. വൃദ്ധനായ കവി ബുഫേ വിരുന്നിൽ പങ്കെടുത്ത് കളിമൺ കിണ്ണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഒന്ന് ശ്രദ്ധ പാളിയാൽ മതി, കിണ്ണം വീണുടയും. വീണുടഞ്ഞാൽ ആ കളിമൺ ഭാജനത്തിൻ്റെ വില കെട്ടേണ്ടിയും വരും. ക്ഷണികമാണെങ്കിലും ജീവിതത്തോട് ഉത്തരവാദിത്തം പുലർത്തേണ്ട ഗതികേട് മനുഷ്യന്മാർക്കുണ്ടെന്നാണ് കവി ഇവിടെ ധ്വനിസാന്ദ്രമായി സൂചിപ്പിക്കുന്നത്. കുതിപ്പും കിതപ്പുമെല്ലാം അടങ്ങി ജീവിതത്തെ നിർമ്മമമായും നിരാസക്തമായും നോക്കിക്കാണുന്ന തലത്തിലേക്ക് അക്കിത്തം അവസാന രചനകളിൽ എത്തിച്ചേർന്നിരുന്നു. സ്വാഭാവികമായും പല കവിതകളിലെയും പ്രമേയം വാർദ്ധക്യവും മരണവുമൊക്കെയായി. ജ്ഞാനപീഠം പുരസ്കാരം കൂടി സമർപ്പിച്ച് അദ്ദേഹത്തെ യാത്രയയക്കാനായത് അക്ഷരലോകത്തിൻ്റെ സുഹൃതം എന്നേ പറയാനുള്ളൂ. അവസാനമായി കടപ്പാടിൻ്റെ ഒരു രേഖപ്പെടുത്തൽ കൂടി. മഹാകവി അക്കിത്തത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ ഇടശ്ശേരി അവാർഡോടു കൂടിയാണ് ഈ ലേഖകൻ സജീവ സാഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തം സ്മരണയുമായി കവി ദേശമംഗലം രാമകൃഷ്ണൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിലും മലയാള ഭാവുകത്വത്തിലും ക്രിയാത്മകമായ സ്വാധീനം ചെലുത്തിയ ഒരു കവിയാണ് അക്കിത്തം. നവോത്ഥാന
നായകത്വം കവികൾക്കും അവകാശപ്പെട്ടതാണ്. ആ നിലയ്ക്ക് അക്കിത്തത്തിന് നവോത്ഥാന പഥത്തിലെ ഒരു ചാലകശക്തിയായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. യഥാർത്ഥത്തിൽ അക്കിത്തത്തിൻ്റെ സാംസ്കാരികമായ സത്ത എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാവ്യപരമായ നേട്ടം എന്തായിരുന്നു? അദ്ദേഹം സമൂഹത്തിൽ ഉളവാക്കിയ ചലനങ്ങൾ എന്ത് എന്നൊക്കെ അന്വേഷിക്കുകയാണ് ആ കാവ്യ ജീവിതത്തിൻ്റെ പൊരുളറിയുവാൻ ചെയ്യേണ്ടത്. കവിതയുടെ കാവ്യഭാഷയുടെ ഒറിജിനാലിറ്റി, തനിമ അതിൽ വളരെ ശ്രദ്ധിച്ച ഒരു കവിയാണ്. ഇല്ല അനുകർത്താവിനില്ല തൻ ജീവിതവല്ലരിയിൽ പൂവിരിഞ്ഞു കാണാൻ വിധി. അനുകർത്താക്കൾക്ക്, അനുകരിക്കുന്നവർക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു, ആത്മസാക്ഷാത്കാരം സാധ്യമല്ല എന്നുള്ള നിലപാടാണ് ആദ്യം മുതൽക്ക് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ പലതുണ്ട്. അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് പണ്ടത്തെ മേശാന്തി, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഇങ്ങനെ ഉള്ള കവിതകളാണ്. പിന്നെ ബലിദർശനം എന്ന ഖണ്ഡകാവ്യം, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യം, അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു കാവ്യലോകം അദ്ദേഹം നമുക്കായി സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ ജീവൻ മുളപ്പിക്കുന്ന സൂര്യനാകുന്നു ദൈവം. അത് ഒരു കണ്ണുനീർത്തുള്ളിയിൽ ഞാൻ സൂര്യനെ കാണുന്നു, ഒരു കണ്ണുനീർത്തുള്ളിയിൽ ഞാൻ ചന്ദ്രനെ കാണുന്നു, ഇങ്ങനെ ഞാൻ വെളിച്ചം തിരഞ്ഞ് നടക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം എന്നോ മുദ്രാവാക്യമെന്നോ പറയാവുന്നത് നിരുപാധിക സ്നേഹം എന്നുള്ളതാണ്. മതം എന്തെങ്കിലുമാട്ടെ മനുജാത്മാവേ കരഞ്ഞിരക്കുന്നേൻ, നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു പൊന്തട്ടെ എന്നാണ്. കുപ്പായത്തിൽ പല കൊടി കുത്താനും കുത്തിടാതെ നിൽക്കാനും ഉണ്ടു നിനക്കധികാരം, പൊരുവെയിലിൽ കൊടി പിടിച്ചുലാത്താനും. പക്ഷേ നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു പൊന്തട്ടെ എന്ന് ആണ് കവി ആശംസിക്കുന്നത്. ഈ നിരുപാധികമായ സ്നേഹം, സ്വാഭാവികമല്ലാത്തതായ സ്നേഹം, അതിന് വേണ്ടിയുള്ളൊരു ദാഹമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കാവ്യവും നമുക്ക് കാണിച്ച് തരുന്നത്. ഈ യുഗത്തിൻ്റെ കയ്പുനീര് എൻ്റെ കണ്ണുകളിലുണ്ട്, എൻ്റെ ചുണ്ടുകളിലുണ്ട് എന്ന് അദ്ദേഹം കരതലാമലകം എന്ന കവിത മുതൽക്ക് ഇന്നോളമുള്ള എല്ലാ കവിതകളിലും തെളിയിച്ചിട്ടുണ്ട്. ആസ്തികനാണ്, ഈശ്വരവിശ്വാസിയാണ്, അങ്ങേയറ്റം ഈശ്വരവിശ്വാസിയാണ്. പക്ഷേ അതെല്ലാം ഒരു ധർമ്മസമരമാകുന്നു എന്നാണ്. ദൈവവിശ്വാസം ഒരു ധർമ്മസമരമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നാരായണ നാരായണ എന്ന് ഞാൻ ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മോക്ഷം തരികെന്നല്ല, എന്നോ തലവനാക്കുകെന്നല്ല, ഒരു ചോറ്റിൻമണിയെന്നാണ്, ഒരു നൂലിഴ എന്നുമാണതിനർത്ഥം. അങ്ങനെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രാരബ്ധത്തിൻ്റെ സങ്കടങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുളിനെ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളം നമ്മൾ കാണുന്നതായ ആ സ്നേഹത്തിൻ്റെ പൊലിമ, മനുഷ്യപ്പറ്റിൻ്റെ പൊലിമ, അത് വളരെ ശ്രദ്ധേയമാകുന്നു. നാം തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലോകം, നാം തന്നെ ഉണ്ടു തീർക്കുന്നതുമാണ് നമ്മുടെ ഈ ലോകം. പക്ഷേ അങ്ങനെയുള്ള ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് അതിരില്ല. പുതിയ പുതിയ ലോകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പുതിയ സന്ധ്യകളുണ്ട്, പുതിയ പ്രഭാതങ്ങളുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പിന്നീട് കവികളായിത്തീരുന്നു എന്നാണ്. നമ്മുടെ അനുഭവങ്ങളിലേക്ക് പലതും, നമ്മൾ കാണാത്തതായ പല ലോകങ്ങളെയും കൂട്ടിച്ചേർക്കുവാൻ കവികൾക്ക് കഴിയുന്നു. അങ്ങനെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ
നമ്മുടെ അനുഭൂതി മണ്ഡലത്തിൽ പുതിയ സ്പന്ദനങ്ങൾ, പുതിയ ചലനങ്ങൾ, ഊർജങ്ങൾ നിറയ്ക്കുവാൻ കഴിഞ്ഞ കവികളിൽ ഒരാളാണ് അക്കിത്തം എന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു കവിയും ഗാനരചയിതാവുമായ PK ഗോപി. മനുഷ്യ സംസ്കൃതിയുടെ ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഭാഷയെന്ന് കവിതയ്ക്ക് പൊരുൾ പറഞ്ഞ മഹാകവി അക്കിത്തം വിട പറഞ്ഞു. കവിതയ്ക്ക് ആപ്തവാക്യങ്ങൾ ചമച്ചുകെട്ടാൻ ചിലർക്ക് സാമർഥ്യമുണ്ട്. അത് അവരുടെ പാണ്ഡിത്യത്തിൻ്റെ ഭാഗം. പക്ഷെ കവിതയുടെ ആത്മവാക്യമേതെന്ന് ചോദിച്ചാൽ ഉത്തരം പൂർണ്ണമാകണം എന്നില്ല. അവിടെയാണ് ഓരോ കവിയും വേറിട്ട വ്യക്തിസത്തയുമായി സമൂഹത്തോട് സമരസപ്പെടുകയോ കലഹിക്കുകയോ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്തിൻ്റെ കാഹളം ത്രികാലപ്രജ്ഞയുടെ വെളിപാടിൽ വിളിച്ചു ചൊല്ലുകയാണ് യഥാർത്ഥ കവി. അതാകട്ടെ മാനവികതയുടെ മഹായാനത്തിൽ തിരകളെ മറികടന്ന് തീരത്തണയുമ്പോൾ ആത്യന്തിക സത്യത്തിൻ്റെ ശംഖനാദം മുഴങ്ങുന്നു. ആ മുഴക്കം ശ്രദ്ധിക്കാതെ തലമുറകൾക്ക് സഞ്ചരിക്കാനാവില്ല. പ്രപഞ്ചത്തെയും പ്രാണരാശിയെയും മനുഷ്യവംശത്തെയും പ്രതിനിധാനം ചെയ്യുന്ന കവിതയുടെ കണ്ണുനീരിൽ പ്രതിബിംബിക്കാത്തതൊന്നും മണ്ണിലും വിണ്ണിലുമില്ല. നീതിയുടെ ധർമ്മശാലകൾ നിർമ്മിക്കാനും നിയതിയുടെ വിധി സ്വീകരിക്കാനും നിഷേധിക്കാനും തിരുത്താനും നിർവചിക്കാനുമെല്ലാം കവിതയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം. അനാദിയായ പൊരുളിരകളെ നൂൽ പോലെ പിരിച്ചെടുത്ത അഹംബോധത്തിലാണ് തത്വരത്നങ്ങളെല്ലാം കൊരുത്തിടുന്നതെന്ന് വിശ്വസിക്കുന്ന കവികളുണ്ട്. കവിതയുടെ രസാനുഭൂതിയിൽ അവർ ആയുസ്സിൻ്റെ വൈവിധ്യ അനുഭവങ്ങൾക്ക് പുനർജനി നൽകും. കാരുണ്യത്തിൻ്റെ കടാക്ഷത്താൽ അവർ വെറും കല്ലുകളിൽ നിന്ന് പൂർണ്ണനിലാവ് സൃഷ്ടിക്കും. ആധുനികമെന്നോ പുരാതനമെന്നോ അതിർത്തി നിസ്തിരിച്ച് അവർ കവിതയ്ക്ക് വേലി കെട്ടുകയില്ല. വേലിക്കെട്ടുകൾക്ക് മുകളിലൂടെ അവർ പറന്നുയരും. അന്ത്യമഹാകാലത്തെ നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം പാടിക്കേൾപ്പിച്ച് അനായാസം ജീവിക്കും. കാലം കാഠിന്യമെന്ന് പറയുമ്പോൾ അവർ കാരുണ്യം എന്ന് തിരുത്തും. അവരുടെ ശക്തിയും യുക്തിയും ചൈതന്യവുമെല്ലാം മഹാവാരിധി പോലെ കോരിയാൽ ഒടുങ്ങാത്ത ജ്ഞാനശേഖരത്തിൽ വേരുറച്ചതാണ്. അത് വെട്ടിമാറ്റാൻ ആർക്കും കഴിയുകയില്ല. തണലും ഫലവും നൽകുന്ന ആ കാവ്യവൃക്ഷത്തിൻ്റെ പേര് ഇപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ്. അടിമുടി അക്ഷരങ്ങളിൽ പൊതിഞ്ഞ് പ്രകാശപ്പൊലിമയോടെ നടന്ന് ജ്ഞാനപീഠമേറി നിൽക്കുമ്പോൾ അപ്രത്യക്ഷമായ ജ്യോതിസാണ് അക്കിത്തം. പ്രണാമം, ആദരാഞ്ജലി, അനുശോചനം. ഈ വാക്കുകൾക്കെതിരെ നിസ്സംഗതയോടെയാവും ആ ആത്മാവ് പ്രതികരിക്കുക. പുകഴ്ത്തലോ ഇകഴ്ത്തലോ ബാധിക്കാത്ത സ്ഥിതപ്രജ്ഞൻ്റെ മനസ്സിന് വൈകാരിക വേലിയേറ്റങ്ങളില്ലല്ലോ. കപടഭാഷയുടെ വേഷപ്പകർച്ചയില്ല, ഭ്രമങ്ങളില്ല, ആർത്തിയില്ല, അധികാരമില്ല, വഞ്ചനയും പ്രതികാരവും ആക്ഷേപവുമില്ല. ഏറ്റുവാങ്ങിയ നോവുകളെല്ലാം കവിതയുടെ ഇന്ധനമായിരിക്കാനേ സാധ്യതയുള്ളൂ. ദേവായനത്തിലെ കവി ആകാശത്തെയും ഭൂമിയെയും നോക്കി എൻ്റെ അല്ല, എൻ്റെ അല്ലി കൊമ്പനാനകൾ എന്നാവും മന്ത്രിക്കുക. യുദ്ധം മുതൽ ബുദ്ധം വരെയുള്ള പരിവർത്തനം വ്യക്തിക്കും ലോകത്തിനും ബാധകമാണ്. കലഹം കാടത്തമാണ്, ഇണക്കമാണ് മനുഷ്യോചിതം. കവിത കൊണ്ടായാലും കലഹമേ ശരണമെന്ന് നടിക്കുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ. തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ. യുദ്ധം വ്യാപാരമാക്കിയ ലോകത്തിന് സ്വീകാര്യമായ കവിതയല്ല ഇത്. ഭീകരവാഴ്ചയില്ലാത്ത മറ്റൊരു ലോകത്തിൻ്റെ സൃഷ്ടിയിലാണ് കവിയുടെ മനസ്സ്. പച്ചമണ്ണിൻ്റെ അദ്വൈതം തിരിച്ചറിയാത്തവർ രക്തം തൊട്ട് പൊട്ടുകുത്തിയിട്ടെന്ത്, അപരൻ്റെ ചോരയിൽ കുളിച്ചാലേ എനിക്ക് മോക്ഷമുള്ളൂ എന്ന് കരുതുന്നതിൽ എന്തർത്ഥം. കലപ്പ എന്ന പദം പോലും പരിചയമില്ലാത്തവർ അറിയുക, എവിടെയോ കലപ്പനാവ് മണ്ണിനോട് സംസാരിക്കുന്നതിനാലാണ് കതിരാട്ടങ്ങൾ. ജഠരാഗ്നിയുടെ ശമന കവിത വിയർപ്പും കണ്ണീരും വീണ് മുളപൊട്ടിയതാണ്. അടിസ്ഥാന ചേതനയെ കൈവിട്ട് യന്ത്രചലനത്തെ മാത്രം ആശ്രയിക്കുന്നവർക്ക് അക്കിത്തത്തിൻ്റെ നിരീക്ഷണം സ്വീകാര്യം ആയിക്കൊള്ളണമെന്നില്ല. സത്യത്തിന് ചില കാലം കയ്പാണല്ലോ രുചി. അത് മധുരിപ്പിക്കാനും മരുന്ന് കവിത തന്നെ. കപടത നെയ്തിട്ട മൂടുപടം മാറ്റി വേണം കാലത്തിൻ്റെ കറുപ്പും വെളുപ്പും നിർണയിക്കാനെന്നാണ് കവി ഉപദേശിച്ചത്. പാലിലെ പത പോലെയും തീയിലെ ജ്വാല പോലെയും അക്ഷരങ്ങൾക്ക് ഭാവമാറ്റം പ്രാപ്യമാണെന്ന് കവി പ്രഖ്യാപിച്ചു. മതമെന്തെങ്കിലും ആവട്ടെ, മനുഷ്യാത്മാവേ നിരുപാധികമാം സ്നേഹം പുലരട്ടെ എന്നായിരുന്നുവല്ലോ പ്രാർത്ഥന. ഭാവി പൗരൻ്റെ അനുഭവ വിപര്യത്തെ
അഭിസംബോധന ചെയ്യാൻ ആത്മദുഃഖത്തോടെ നിലവിളിച്ചപ്പോഴാണ് കരഞ്ഞു ചൊന്നേൻ ഞാനെന്ന് ഭാവി പൗരനോടിങ്ങനെ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നെഴുതി നെടുവീർപ്പിട്ടത്. സത്യങ്ങളുടെ കുഴിമാടത്തിൽ നിന്ന് അസ്ഥികൂടങ്ങൾ ആധുനിക മനുഷ്യനെ പരിഹസിക്കുന്നത് കേൾക്കാത്തവൻ കവിയാകുന്നത് എങ്ങനെ? നിഷ്കളങ്കതയുടെ നിത്യനിർമ്മല പൗർണമി മായാതെ ഹൃദയത്തിൽ വിരിയിച്ചു പടർത്തിയാണ് കവി ഓരോ സന്ധ്യയെയും വരവേറ്റത്. കുട്ടിത്തം, അക്വിത്തം, ഈ രണ്ടു വാക്കുകൾക്കിടയിൽ ദൂരമളന്നാൽ പൂജ്യമായിരിക്കും ഫലം. അങ്ങനെയാണ് അദ്ദേഹം പൂജ്യപാദനായത്. ശിശു സഹജമായ നൈർമല്യവും ഋഷി സമാനമായ വിജ്ഞാനവും ആ കാവ്യകുംഭത്തിൽ അമൃതലയം നിറച്ചു. ജ്ഞാനം വേണ്ട, കൗശലം മതി എന്ന ജീവിത മുദ്രാവാക്യം അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല. വെളിച്ചം വേണ്ട, ആചാരം മതി എന്ന ജാതി മതബോധം അദ്ദേഹത്തെ തീണ്ടിയില്ല. കിറുക്കല്ലേ യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥകൾ, സംസ്കാരാഭാസമല്ലേ ഷോഡശക്രിയയത്രയും, ജന്തുക്കളെല്ലാം ദൈവദൃഷ്ടിയിൽ തുല്യരല്ലയോ, ഉരുത്തരൂ പൂണൂൽ മത്തി കോർക്കട്ടെ ഇന്നു ഞാൻ എന്ന് സന്ദേഹം ഏതുമില്ലാതെ എഴുതി. ഇതേ സന്ദേഹം രാഷ്ട്രീയ വിഭാഗീയതയോടും നയങ്ങളോടും പുലർത്താൻ അദ്ദേഹം ഒട്ടും മടി കാണിച്ചില്ല. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കിടയിൽ നേരിടേണ്ടി വന്ന എതിർപ്പും ആക്ഷേപവും ആഘാതവുമൊക്കെ എഴുത്തിലൂടെയല്ല, നേരിട്ട് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായത് ആകാശവാണിക്ക് വേണ്ടി ശ്രീ കൃഷ്ണകുമാറിനോടൊപ്പം ദീർഘമായ അഭിമുഖത്തിൽ പങ്കെടുത്തപ്പോഴാണ്. ഒരിക്കലും മറക്കാനാവാത്ത ആ നിമിഷങ്ങൾ എനിക്ക് ചരിത്ര പാഠമായി. പിഴമൂളേണ്ടി വരുന്ന കർമ്മങ്ങൾ അക്കിത്തത്തിൻ്റെ ജീവിത പുസ്തകത്തിൽ ഇല്ല. കലക്കങ്ങളെല്ലാം തെളിച്ചൊഴുക്കാൻ മതിയായ തിഷണാശക്തി ആ കാവ്യപ്രവാഹത്തിനുണ്ടായിരുന്നു. ആഴമുള്ളപ്പോൾ തന്നെ ചെറുതിരകളുടെ ലാളനയോടെ ആരുടെയും പാദം നനയ്ക്കാൻ പര്യാപ്തമായ ആ നിത്യവൈഖരി മലയാളമുള്ള കാലമത്രയും ഒഴുകിക്കൊണ്ടിരിക്കും. കവിതയിലെ വൃത്തവും ചതുരവും വെട്ടിമാറ്റിയ സമന്വയത്തിൻ്റെ ഹൃദയഭാഷയ്ക്ക് മരണമില്ല. കേരളത്തിലോ ഭാരതത്തിലോ അക്കിത്തം നേടാത്ത ബഹുമതികൾ ഏത്? സാഹിത്യത്തിൻ്റെ സാർവലൗകികമായ ശ്ലോകപുണ്യം വേദം മുതൽ സ്നേഹം വരെ എളിമയോടെ പകർത്തിവെച്ച് വിട പറയുമ്പോൾ വല്ലാത്ത ശൂന്യത തോന്നുന്നു. കവി എത്ര മുട്ടി വിളിച്ചിട്ടും ഉമ്മറക്കതകു മനുഷ്യൻ തുറന്നില്ല എന്ന് ആത്മമിത്രമായ ഉളപ്പമണ്ണ മുമ്പ് എഴുതിയിട്ടുണ്ടല്ലോ. കതകു തുറന്നാലും ഇല്ലെങ്കിലും കവി മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. കല്ലേറേറ്റാൽ ചോരയിൽ തൂലിക മുക്കി ചോരക്കാലത്തിൻ്റെ വിനാശത്തെക്കുറിച്ച് വ്യാകുല കവിത എഴുതി പോരാടും. പോരാടുക എന്നത് വേരോടുക എന്ന ധാതുവിൽ നിന്ന് മുളച്ച പദമാണ്. കവിതയ്ക്ക് വേണ്ടിയുള്ള ചിന്ത യുഗനിർമ്മിതിയുടെ ഹിമപാർശ്വങ്ങളിലൂടെ എത്ര നാൾ അദ്ദേഹം തുടർന്നിരിക്കാം? അനുമാനിക്കാൻ പോലും വയ്യ. യുഗങ്ങൾ നിന്നെ ഗൗനിക്കാതോടിപ്പോയ അവിരാമമായി വറ്റാത്തതെന്തീ അശ്രുക്കൾ എന്ന ചോദ്യത്തിന് അക്കിത്തത്തിന് കാലം സാക്ഷി ഒരുത്തരമുണ്ട്. സംശയമില്ല. ഉറച്ചു മുത്തായിത്തീർന്നു നിന്നശ്രു കാറ്റേറ്റ മാത്രയിൽ ആ മുത്തുകളാവാം അദ്ദേഹം നിരന്തരം കവിതയുടെ ആകനൂൽ ഞരമ്പിൽ കൊരുത്തിട്ടത്. അക്കിത്തം മരണത്തെ ഭയന്നിട്ടുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഞാനില്ലാത്തൊരു കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. ഇനി ഞാനില്ലാത്തൊരു കാലം ഈ ഭൂമിയിൽ വന്നു ചേരുന്നതിൽ എന്തിനാണ് ഖേദിക്കുന്നത്? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശാലമായ ദാർശനിക ചിന്ത. ഋതുക്കൾ രഥമോടിച്ച് കടന്നുപോകും. ഇലകൊഴിയും, തളിർ വരും. സ്വന്തമാക്കിയതെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. പ്രാണനടക്കം എല്ലാം. കവിയുടെ ശരീരം മൺമറഞ്ഞു. കവിത നിത്യ യശസ്സാർജിച്ച് ഇനി ഓർമ്മകളിൽ ജീവിതം നയിക്കും. ഗുരുതുല്യം നാം കരുതുന്ന മഹാകവിക്ക് പ്രണാമം, പ്രണാമം. നന്മ, സ്നേഹം. നിങ്ങളുടെ സ്വന്തം PK ഗോപി. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവിയുടെ ഓർമ്മകളുമായി കവയത്രി ഡോക്ടർ ഗീതാ നമ്പൂതിരിപ്പാട്. മഹാകവി അക്കിത്തത്തിനെ ആദ്യമായി കാണുന്നത് ഒറ്റപ്പാലത്ത് താമസിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒപ്പം വീട്ടിൽ വന്നിട്ടാണ്. അച്ഛനുമായി കുറേ സമയം സാഹിത്യത്തിനെ കുറിച്ച് അവർ സംസാരിച്ചു.
ഞാനും കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. ആംഗലേയ സാഹിത്യമാണ് എൻ്റെ വിഷയം. വല്യച്ഛൻ എഴുതിയ ഒരു കവിത ദുഃഖസ്മൃതി ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ട് വിവർത്തനം ചെയ്യുന്നതിനോട് അത്ര യോജിപ്പില്ല എന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്കു ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ ഏതാനും വരികൾ വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൾ വഴി ഞാൻ കൊടുത്തയച്ചു. 2 ദിവസം കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചു. വിവർത്തനം നന്നായിട്ടുണ്ട്, സത്തു ചോരാതെയുള്ള വിവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളം ലിറ്റററി സർവേയിലേക്ക് കൊടുക്കാനായിരുന്നു അത്. വേറെ ഒരു കവിതയും കൂടി അദ്ദേഹത്തിൻ്റെ വിവർത്തനം ചെയ്തു. ഇനി എന്നോട് സമ്മതം ചോദിക്കേണ്ട, വിവർത്തനം ചെയ്തോളൂ കുട്ടി എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നിയ നിമിഷം എന്നും ഹൃദയത്തിലുണ്ടാവും. കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഗീത നമ്പൂതിരിപ്പാട്. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. ജ്ഞാനപീഠം ജേതാവായ മഹാകവിയുടെ ഓർമ്മകളുമായി കവി സുമേഷ് കൃഷ്ണൻ. മലയാള സാഹിത്യത്തിലെ മരണമില്ലാത്ത മഹാകവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം ഒരായുസ്സുകൊണ്ട് പല ജീവിതങ്ങളുടെ മുഗ്ധലാവണ്യം പ്രദർശിപ്പിച്ച, ജീവിതത്തിൻ്റെ സന്നിഗ്ധതകളെയും സങ്കീർണതകളെയും കാവ്യമാക്കിയ മഹാകവിയാണ്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന സ്നേഹാത്മകമായ ജീവിത തത്വത്തെയും, നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ മുലച്ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്ന സാമൂഹിക ജീവിത യാഥാർത്ഥ്യത്തെയും ഒരുപോലെ കൂട്ടിയിണക്കിയതാണ് അക്കിത്തത്തിൻ്റെ കാവ്യപ്രപഞ്ചം. എൻ്റെ എല്ലി കൊമ്പനാനകൾ, എൻ്റെ എല്ലി മഹാക്ഷേത്രവും മക്കളെ, ഗർഭഗൃഹത്തിലുണ്ട് ആശ്രിത വാത്സല്യ നിർഭരനായ ഒരാൾ എൻ്റെയായി എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമായ സ്വത്വം മാത്രമാണ് എൻ്റേതായിട്ടുള്ളത്, അല്ലാതെ മറ്റൊന്നും എൻ്റേതല്ല. ഇദം ന മമ എന്ന വലിയ ദർശനത്തെ തൻ്റെ കവിതയിലുടനീളം വരച്ചു കാട്ടിയ, പ്രകാശിപ്പിച്ച കവിയാണ് അക്കിത്തം. അതുകൊണ്ട് അക്കിത്തത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ നമ്മളെ വിട്ടു പോകുന്നുള്ളൂ. അക്കിത്തത്തിൻ്റെ വജ്രവചസ്സുകൾ നമ്മുടെ ആത്മാവിനെ നിത്യേന തിളക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇരുട്ടുവഴികളിൽ അക്കിത്തത്തിൻ്റെ കവിത പ്രകാശമാനമായി നിൽക്കും. നമ്മുടെ സങ്കടങ്ങളിൽ അക്കിത്തത്തിൻ്റെ കവിത കണ്ണീരൊപ്പും. നമ്മുടെ വീഴ്ചകളിൽ അക്കിത്തത്തിൻ്റെ കവിത നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മുടെ മൃതിയിൽ അക്കിത്തം കവിത നമുക്ക് അമരത്വത്തിൻ്റെ മൃതസഞ്ജീവനി നൽകും. അക്കിത്തം എന്ന മൃതി തീണ്ടാത്ത മഹാകവിയെ പ്രണമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവി അക്കിത്തത്തെക്കുറിച്ച് കവി കെ സജീവ് കുമാർ. മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി അക്കിത്തം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. അക്കിത്തം തന്റെ പ്രസിദ്ധമായ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കാവ്യം രചിക്കുന്നത് തനിക്ക് കേവലം 26 വയസ്സുള്ളപ്പോഴാണ്. 25-ാമത്തെ വയസ്സിൽ ഈ കാവ്യം രചിക്കുകയും 26-ാമത്തെ വയസ്സിൽ അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ജീവിതത്തെ ഇത്രമാത്രം ദർശന സമഗ്രതയോടെ നോക്കിക്കാണാനുള്ള പക്വത കവി 26-ാമത്തെ വയസ്സിൽ തന്നെ ആർജിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തെ അതിൻ്റെ എല്ലാവിധ ദുരന്തബോധത്തോടും എന്നാൽ അങ്ങേയറ്റത്തെ കാരുണ്യത്തോടും കൂടി നോക്കിക്കാണുന്ന കാവ്യമാണ് ഇത്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജീവിത ദർശനത്തിന്റെ ഉദാത്ത ഭാവങ്ങൾ ഈ കാവ്യം പ്രകടിപ്പിക്കുന്നു. ഒരേ സമയം അത് ലളിതവും അഗാധവുമാണ്. ഈ കൃതി അനുകൂല വായനയ്ക്ക് എത്രമാത്രം വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം
നിശിതമായ വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വിപ്ലവത്തെക്കുറിച്ചൊക്കെയുള്ള അക്കിത്തത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം എന്നാണ്. വിപ്ലവം സ്നേഹശൂന്യവും അധാർമികവുമാണെന്നും അതുകൊണ്ട് തന്നെ അത് വിജയിക്കില്ലെന്നും അക്കിത്തം ഈ കാവ്യത്തിൽ ദർശിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഈ കൃതിയെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൃതിയായി പലരും വിലയിരുത്തിയിട്ടുള്ളത്. കവിതയുടെ നിത്യമേഘമായിരുന്നു അക്കിത്തം. കാളിദാസനായിരുന്നു അക്കിത്തത്തിന്റെ മാതൃക. കാളിദാസനാകട്ടെ കാലം തന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടെ തലകുനിച്ച് നിന്നപ്പോൾ പോലും ഏറ്റവും വിനീതനായി നിലകൊണ്ട കവിയാണ്. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ തനിക്ക് കടന്നു പോകാനായത് താൻ വെറും നൂലായത് കൊണ്ടായിരുന്നുവെന്ന കാളിദാസന്റെ ചിന്തയെ നിത്യമേഘമെന്ന കവിതയിൽ അക്കിത്തം അനുസ്മരിക്കുന്നു. വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോകുന്നു ഭാഗ്യത്താൽ, വെറും നൂലായിരുന്നു ഞാൻ എന്നാണ് അക്കിത്തം പറയുന്നത്. കാളിദാസനെ പോലെ തന്നെ അക്കിത്തവും താൻ വെറും നൂലാണെന്ന അത്യധികമായ വിനയത്തിലൂടെ കാലമേഘത്തെ കടന്നു പോകുന്നു. അക്കിത്തത്തിന്റെ ആദ്യ കൃതിയുടെ പേര് വീരവാദം എന്നാണ്. 1944 അത് പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് അക്കിത്തത്തിന് പ്രായം 18 വയസ്സാണ്. അക്കിത്തത്തിന്റെ കാവ്യജീവിതം ആരംഭിച്ചതിന് ശേഷം മലയാളത്തിലെ പ്രബലമായ ചില സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉദിച്ച് അസ്തമിക്കുകയുണ്ടായി. റൊമാന്റിസിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം എന്നിങ്ങനെ. എന്നാൽ എൻ്റെ കൊമ്പനാനകൾ എന്ന് തിരിച്ചറിയാനും തൻ്റെ സ്വന്തം വഴിയിലൂടെ മുന്നേറാനും അക്കിത്തത്തിന് കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവിക്ക് എൻ്റെ പ്രണാമം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തം സ്മരണയുമായി കവി പ്രദീപ് രാമനാട്ടുകര. എൻ്റെ പ്രിയ കവി അക്കിത്തം ആധുനികതയുടെ കവിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലൂടെയാണ് ആദ്യം മഹാകവിയെ അറിയുന്നത്. ജനകീയമായി തീർന്ന ആ വരികൾ തന്നെയാണ് പ്രിയ കവിയിലേക്ക് എന്നെയും എത്തിച്ചത്. വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ സുഖപ്രദം. എങ്ങനെയാണ് വെളിച്ചം ദുഃഖമാകുന്നത് എന്ന് പലപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തമസ് സുഖമാകുന്നത് എന്ന് ഞാൻ പലപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് കവിതയിലേക്ക് വന്നപ്പോൾ കാവ്യത്തിനകത്ത് അക്കിത്തം എന്ന മഹാകവി ആവിഷ്കരിച്ചിട്ടുള്ള വലിയൊരു ചിത്രമുണ്ട്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ വെളിച്ചം ദുഃഖമാണെന്നും തമസ് സുഖമാണെന്നും നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നിരത്തിൽ കാക്ക കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ കണ്ണുകൾ. അമ്മയുടെ കണ്ണുകൾ കാക്ക കൊത്തുന്നതറിയാതെ നരവർഗ നവാതിഥി, ഇപ്പോൾ പിറന്നു വീണ ആ കുഞ്ഞ് അമ്മയുടെ മുല കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ഹൃദയ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ചിത്രമാണത്. ആ ചിത്രം വരച്ചിട്ട മഹാകവിക്ക് എൻ്റെ പ്രണാമം. ആ ചിത്രത്തിലൂടെ ഞാൻ കണ്ട മറ്റുള്ളവർക്കായി ചെലവഴിക്കുന്ന കണ്ണീർ കണത്തിൻ്റെ ആ ചൂട്, ഞാൻ അനുഭവിച്ച ആ ചൂട് ഇപ്പോഴും ഉള്ളിൽ ഉരുകി ഉരുകി തിളച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട മഹാകവി അക്കിത്തത്തിന് ഹൃദയം നിറഞ്ഞ പ്രണാമം, ആദരാഞ്ജലി. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവി അക്കിത്തം സ്മരണയുമായി കവയത്രി BS ബിന്ദു. അരിവെപ്പോന്റെ തീയിൽ ചെന്നീയാം പാറ്റ പതിക്കയാൽ പിറ്റേ നിടവഴിക്കുണ്ടിൽ കാൺമൂ ശിശുശവങ്ങളെ
കരഞ്ഞു ചൊന്നേൻ ഞാനെന്ന് ഭാവി പൗരനോടിങ്ങനെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. മലയാളി മനസ്സിൻ്റെ ആഴം തൊട്ടറിഞ്ഞ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിട പറഞ്ഞിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവും നിറഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ വരച്ചിട്ട കവി. എൻ്റെയല്ലി കൊമ്പനാനകൾ, എൻ്റെയല്ലി മഹാക്ഷേത്രവും മക്കളെ എന്ന് നിസ്വത വെളിപ്പെടുത്തിയ കവി. ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ നിറവിൽ ആ കവിതകൾക്ക് സാർവദേശീയ മാനം കൈവരുന്നു. നിലപാടുകളെ വിമർശനാത്മകമായി സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച കവി കൂടിയാണ് അക്കിത്തം. ബലിഷ്ഠമായ ആർജിത സംസ്കാരത്തിൻ്റെ പിടിയിൽ നിന്ന് മാനവികതയുടെ ഇടങ്ങളെ അദ്ദേഹം കണ്ടറിഞ്ഞിട്ടുണ്ട്. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ എന്ന് അദ്ദേഹം പാടി. നിരത്തിൽ ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ കാക്ക കൊത്തി വലിക്കുന്നത് കണ്ട് ഖിന്നനായി. നരവർഗ നവാതിഥിക്ക് കിട്ടിയ സ്വാഗതത്തിൽ അതൃപ്തനായി. വിമോചനത്തിൻ്റെ സാന്ത്വനശാസ്ത്രമായിരുന്നു അന്ന് കവിതാവഴിയിൽ അക്കിത്തം സ്വീകരിച്ചത്. ഭൂതകാലത്തിൻ്റെ നന്മകൾ ചികയുന്നതിലും പുനരാവിഷ്കരിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ഉരിയാടാനൊന്നുമില്ലാതെ മഹാമൗനത്തിലുറഞ്ഞും ഒരു കാലം വരുമെന്ന് ആശങ്കപ്പെട്ടു. ഋതുക്കളുടെ പൂർണിമയിൽ വിശ്വസിച്ചു. സഹജാവബോധത്തിൻ്റെ സചേതനമായ കാഴ്ചപ്പാടാണ് അക്കിത്തത്തെ കവിതയിൽ സൂക്ഷ്മദൃക്കാക്കിയത്. മറക്കാനും പൊറുക്കാനും കഴിയുന്ന കാലവിസ്മയമായി കവി മാറുകയാണ്. 11-ാം വയസ്സിൽ കാവ്യവൃത്തിയുടെ തുടക്കം. അരമംഗലത്തമ്പലത്തിൻ്റെ ചുമരുകളിൽ കൂട്ടുകാർ കുത്തിവരച്ച ചിത്രങ്ങളോട് എതിർപ്പ് കാട്ടിക്കൊണ്ട് ഇങ്ങനെ കുറിച്ചു: അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാം ഈശ്വരൻ വന്നിതൊക്കെയും നാശമാക്കിടും. അങ്ങനെ ആരംഭിച്ച ആ കാവ്യവൃത്തി ഇന്നോളം മലയാളിയുടെ കാവ്യഗരിമയെ പൊലിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ അക്ഷരധന്യതയുള്ള ഒരു പുതിയ യുഗം പിറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തത്തെ ഓർത്തെടുക്കുന്നു കവി വിനോദ് വെള്ളായണി. മലയാളത്തിന്റെ ബഹുമാന്യനായ കവി, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ അക്കിത്തത്തിന്റെ കാവ്യ സപര്യയ്ക്ക് മുമ്പിൽ വിനയപൂർവ്വം ശിരസ് താഴിക്കുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ച് ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. കാലാഗ്നിയിൽ ഭസ്മമായി പോകാത്തവയും കാലപ്രവാഹത്തിൽ അലിഞ്ഞ് ഒഴുകിപ്പോവാത്തവയും കാലക്കൊടുങ്കാറ്റിൽ ഉടഞ്ഞ് ചിതറിപ്പോകാത്തവയുമായ കാവ്യബിംബങ്ങൾ കണ്ണീർ തുള്ളികൾ കൊണ്ടും ചിരിത്തരികൾ കൊണ്ടും വാർത്തെടുത്ത അക്കിത്തത്തിന്റെ മൗലിക കവന പ്രകൃതിയാണ് കണ്ണീരിൽ ചിരിയുടെ ലാവണ്യമലിയിക്കലും ചിരിയിൽ കണ്ണീരിന്റെ പൊരികൾ ജ്വലിപ്പിക്കലും. ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന മാതിരി ദാർശനികതയും മാനവികതയും സമാസമം ചേർന്ന് നിൽക്കുന്ന ദൃശ്യം നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കകത്ത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അദ്ദേഹം തന്നെ വേറൊരു കവിതയ്ക്കകത്ത് സൂചിപ്പിക്കുന്ന വരികൾ: നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വേറൊരു കവിതയിൽ അദ്ദേഹത്തിന്റെ ചിന്ത നമുക്ക് വായിച്ചറിയാൻ സാധിക്കും: നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണ് അഴക് ഇതേ സത്യം ഇത് ശീലിക്ക ധർമ്മവും. ഭടന്റെ ശാപം എന്ന കവിതയ്ക്കകത്ത് പറയുന്ന ഒരു വരിയുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നതാണ്: സ്നേഹിപ്പൂ ഞാനീ മുഗ്ധലോകത്തെ ജീവൻ കൊണ്ടും, സ്നേഹിക്കും ലോകം തിരിച്ചെന്നയുമെന്നേ നന്ദി, സേവിപ്പൂ ഞാനീ മുഗ്ധലോകത്തെ രക്തം കൊണ്ടും, സേവിക്കും ലോകം തിരിച്ചെന്നയുമെന്നേ നന്ദി, മറിച്ചാണെങ്കിൽ സേവിച്ചിടുവാൻ സ്നേഹിക്കാനും ധരിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം എന്തിനു കൊള്ളാം എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉയർത്തുന്ന മാനവികതയുടെയും ദാർശനികതയുടെയും അപരസ്നേഹത്തിൻ്റെയും വിവിധ മുഖങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ദർശിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പരമദുഃഖം എന്ന ചെറിയ കവിത കൂടി വായിക്കുന്നു.
ഇന്നലെ പാതിരാവിൽ ചിന്നിയ പൂനിലാവിൽ എന്നെയും മറന്നു ഞാൻ അലിഞ്ഞു നിൽക്കേ. താനേ ഞാൻ ഉറക്കനെ പൊട്ടിക്കരഞ്ഞുപോയി. താരകവ്യൂഹം പെട്ടെന്നുലഞ്ഞുപോയി. കാരണം ചോദിച്ചില്ല പാതിരാ കിളി പോലും. കാറ്റൻ വിയർപ്പു തുള്ളി തുടച്ചുമില്ല. ചാരത്തെ മരമൊറ്റ പാഴില പൊഴിച്ചില്ല. പാരിടം കഥയൊന്നും അറിഞ്ഞുമില്ല. കാലടിച്ചുവട്ടിലെ പുല്ലും കുലുങ്ങിയില്ല. എന്നാൽ കാര്യം ഞാൻ ഒരാളോടും പറഞ്ഞുമില്ല. എന്തെന്നെനിക്കു പോലും ചിന്തിക്കാൻ കഴിയാത്തത് എമ്മട്ടിലപരനോടുണർത്തിടാവൂ. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തം കവിതകളിലൂടെ ഒരു യാത്രയുമായി ഡോക്ടർ MT ശശി, ഭാഷാധ്യാപകൻ, മലയാളം മിഷൻ. കവിതകളിലൂടെ മാനവികതയുടെ പൂക്കാലം തീർത്ത മഹാകവി അക്കിത്തം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മലയാള കവിതയിലെ ആധുനികനായ മഹാകവിയായിരുന്നു അദ്ദേഹം. അപരസ്നേഹത്തിന്റെ ഉദാത്തമായ തലങ്ങൾ വരികളിലൂടെ ആവിഷ്കരിച്ച അദ്ദേഹം മലയാള കാവ്യലോകത്തെ നവീകരിച്ച മഹാമനീഷിയാണ്. 1926 മാർച്ച് 18 പഴയ പൊന്നാനി താലൂക്കിലെ കുമാരനല്ലൂരിൽ ജനിച്ച അക്കിത്തം സാഹിത്യത്തിലെ മിക്കവാറും എല്ലാ മേഖലകളിലും കൈവച്ചു. മനുഷ്യപ്പറ്റുള്ള ഉള്ളുറപ്പുള്ള കവിതകളുടെ അക്ഷയഖനി മലയാളത്തിനായി കരുതി വെച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതി അനുവാചകനെ വിസ്മയിപ്പിച്ചു. ജീവിത പരിച്ഛേദമായ കവിതകളുടെ വിലാസഭാവങ്ങൾക്ക് അനവധി കീർത്തിമുദ്രകളും പുരസ്കാരങ്ങളും നേടി. 2020 ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റുവാങ്ങി ഏതാനും നാളുകൾക്കകമാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. തന്റെ ജീവിത ദർശനം നിരുപാധികമായ സ്നേഹമാണെന്ന് അക്കിത്തം തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിരുപാധികമായ സ്നേഹത്തെ അക്കിത്തത്തിന്റെ എല്ലാ കവിതയുടെയും അന്തർധാരയായി കാണാം. മൃദുലഭാവങ്ങളെ സൗന്ദര്യാത്മകമായി ചിത്രീകരിക്കുകയും ഹൃദയാവർജകമാക്കി മാറ്റുകയും ചെയ്യുന്ന ആഖ്യാന രീതിയാണ് അക്കിത്തത്തിന്റെ മറ്റൊരു സവിശേഷത. സ്ത്രീ, കർഷകർ, തൊഴിലാളികൾ എന്നിവരെയെല്ലാം ഹൃദയൈക്യത്തോടെ കവിതകളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ നാടോടിപ്പാട്ടുകളുടെ ഈണവും താളവുമെല്ലാം തന്റെ കവിതയിൽ ഉൾച്ചേർക്കുകയും നാടൻ പാട്ടുകൾ എന്ന വേറിട്ട സമാഹാരം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചിരിയും ചിന്തയും ആക്ഷേപഹാസ്യവും കുട്ടിത്തവും വേദാന്തവുമെല്ലാം ആ തൂലികയ്ക്ക് വഴങ്ങിയിരുന്നു. വെറും വഴങ്ങലല്ല, രചനാപരമായ അപാര സവിശേഷതകൾ അതിലെല്ലാം കുറുക്കിച്ചേർക്കുകയും ചെയ്തിരുന്നു. ഒന്നിനോടും അതിരുകവിഞ്ഞ വിധേയത്വം പ്രകടമാക്കുന്ന സ്വഭാവം കവിക്കും അദ്ദേഹത്തിന്റെ കവിതകൾക്കുമില്ലായിരുന്നു. എങ്കിലും കണ്ണീരിന്റെ വർഷക്കാലത്തിനപ്പുറം ചിരിയുടെ വേനൽ വരച്ചു വയ്ക്കുന്ന ശുഭപ്രതീക്ഷകളായിരുന്നു കവിതകളിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. വിത്തിനകത്തൊളിച്ചിരിക്കുന്ന വൃക്ഷത്തെ പോലെ കുഞ്ഞു വരികളിൽ നിന്ന് അസാധ്യമായ ചിന്താപ്രക്രിയയിലേക്ക് ആ കവിത വളരുന്നത് കാണാം. എന്നെയും ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ എന്ന് കുറെ കുട്ടികൾ ഒന്നിച്ചു ചോദിക്കുമ്പോൾ കവി പറയുന്ന മറുപടി, എന്റെയല്ല ഇക്കൊമ്പനാനകൾ, എന്റെയല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്നാണ്. ഒന്നും എന്റെ സ്വന്തമല്ല എന്ന തോന്നൽ ഓരോ കുട്ടിക്കുമായി കവി പങ്കുവെക്കുകയായിരുന്നു. ഇതം നമമ എന്ന ദർശനത്തെ ഇത്രയും ലളിതമായി ഇതിൽ പരം എങ്ങനെ പറയാൻ കഴിയും? വിടരാതിരിക്കില്ല എന്ന കവിതയിൽ കവിയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അക്കിത്തം വിശദമാക്കുന്നുണ്ട്. കവിയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ കവിയാകണമെന്ന് മോഹിക്കാതിരിക്കണം. എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടാണിത്! കവിയാവാൻ മോഹിക്കാതെ മഹാകവിയായി ജീവിച്ച ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു അക്കിത്തം. പ്രവാചക തുല്യമായ കാഴ്ചപ്പാടോടെ അപരസ്നേഹം പ്രകടിപ്പിച്ച കവിയുടെ ഹൃദയ വിശാലതയാണ് സൂര്യപ്രകാശത്തിന്റെയും പൗർണമിയുടെയും തെളിവോടെ മികവോടെ കവിതയായി വാർന്നു വീണത്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. എന്നിങ്ങനെ കണ്ണീരും പുഞ്ചിരിയും പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന ആത്മഹർഷം ആരിതുപോലെ പാടിയിട്ടുണ്ട്. നാഗരികതയുടെ നഗരദൃശ്യങ്ങൾ കവിയുടെ ഉള്ളുലച്ചിട്ടുമുണ്ട്. നിരത്തിൽ കാക്കകൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്ന വരികൾ പരിഷ്കാര ഭ്രമത്തിൽ ഓടുന്നവർക്ക് ഒന്നു പിന്തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ
കൊളുത്തി വലിക്കുന്നവ തന്നെയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി നാട് വിട്ടുപോകുന്ന പ്രവാസിയുടെ എക്കാലത്തെയും ദൈന്യത പട്ടണത്തെ ആദ്യമായി തൊടുന്ന പണ്ടത്തെ മേശാന്തിയിൽ കാണാം. ഉപ്പുകല്ലിനായി ഉരിയരിച്ചോറിനായി പട്ടണത്തിൽ തൊഴിലാളിയായ ഞാൻ. പണ്ടത്തെ മേശാന്തി എന്ന കവിതയിലെ ഈ ആദ്യ വരികൾ ജോലി തേടി വീട് വിട്ടിറങ്ങുന്ന എല്ലാ തുപ്പന്മാർക്കും ഏതുകാലത്തും ബാധകമാണ്. അപരിചിതമായ പുതിയ കർമ്മരംഗം സ്വീകരിക്കേണ്ടി വരുന്ന തുപ്പൻ അതിനോട് പൊരുത്തപ്പെടാൻ നടത്തുമ്പോഴുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ ദയനീയമായി ഇന്നും തുടരുമ്പോൾ പണ്ടത്തെ മേശാന്തി നിന്നു തിരിയുന്നു ചണ്ടിത്തമേറുമീ ഫാക്ടറിക്കുള്ളിൽ ഞാൻ എന്ന മാനസികാവസ്ഥയിൽ പലപ്പോഴും പെട്ടുപോയവർ അക്കിത്തത്തിന്റെ നിരീക്ഷണങ്ങളിൽ അത്ഭുതം കൂറാതിരിക്കില്ല. ഒടുവിൽ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നുണ്ട്. കിട്ടിയ പണി സ്വീകരിക്കുക തന്നെ. ഇല്ല ഗതിയെന്നു തീർച്ചയായാൽ പുലി പുല്ലും പതുക്കനെ തിന്നുമെന്നില്ലയോ എന്നാണ് അക്കിത്ത അതിൽ പറയുന്നത്. വാർദ്ധക്യം, മരണം, പ്രകൃതി, ബാല്യം എന്നിവയെ വിഷയമാക്കി നിരവധി കവിതകൾ അക്കിത്തം രചിച്ചിട്ടുണ്ട്. വാർദ്ധക്യ വ്യസനം, വാർദ്ധക്യ ചർച്ച, വാർദ്ധക്യ മൗനം എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളിൽ തന്നെ കവിതകളുണ്ട്. ആലഞ്ഞാട്ടമ്മ മരണം കാത്തുകിടക്കുന്ന വയോവൃദ്ധയെ പറ്റിയുള്ള കവിതയാണ്. സ്പർശമണികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ്. ബാല്യകാലത്തിന്റെ നഷ്ടം ഓർത്ത് വിഷമിക്കുന്നുണ്ട് കവി. എങ്ങുപോയി ബാല്യത്തിൽ എന്റെ കൈവെള്ളയിൽ തങ്ങിയ സ്പർശമണികൾ എന്ന് കവിതയുടെ ആദ്യ വരികളിൽ തന്നെ കവി ചോദിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ബാല്യം എല്ലാ കവികളുടെയും സങ്കല്പനമാണ്. എന്നാൽ കുട്ടിക്കവിതകൾ എഴുതി ബാല്യകാലത്തെ ഓർമ്മിച്ചെടുക്കാനും കുട്ടികൾക്ക് വായിച്ചാനന്ദിക്കാനും മഹാകവി നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. കളിച്ചു പോതിമാറാത്ത ഒരു കുട്ടിയെ പല കവിതകളിലും അക്കിത്തം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കുലമുന്തിരിങ്ങ, ഉണ്ണിക്കിനാവുകൾ, കളിക്കൊട്ടിലിൽ എന്നിങ്ങനെയുള്ള കവിതാ സമാഹാരങ്ങൾ കുട്ടികളെ ഏറെ രസിപ്പിക്കുന്ന കവിതകളാൽ സമ്പുഷ്ടമാണ്. ഏതാണ്ട് 80 കൊല്ലത്തിലധികം നമ്മുടെ കാവ്യലോകത്ത് പൊന്താരകമായി വെട്ടിത്തിളങ്ങിയ അക്കിത്തത്തെക്കുറിച്ച് എത്രയോ ദിവസങ്ങൾ പറയാനുള്ള വിഷയങ്ങളുണ്ട്. ആധുനിക മലയാള കവികളുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഋഷിതുല്യനായ ഈ കവിയുടെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണിത്. പൊന്നാനി കളരിയിൽ തുടങ്ങി ജ്ഞാനപീഠം കയറിയ മലയാള കവിതയിൽ കാലാതീതമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എല്ലാ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി നിന്ന് കാവ്യസഭയെ നടത്തിയ മഹാമനീഷിയായിരുന്നു. ഇനി മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാകവികളില്ല. ഒരു യുഗമാണ് കുമാരനെല്ലൂരിലെ ചിതയിൽ എരിഞ്ഞടങ്ങിയത്. മനുഷ്യ സഹജമായ എല്ലാത്തിനെയും കവിതയാക്കിയ കാവ്യസരണികളെ നവീകരിച്ച് ഒഴുകിയ ഒരു പ്രവാഹമായിരുന്നു അക്കിത്തം. വിശുദ്ധിയുടെ ആ ഒഴുക്ക് ഭാഷയുള്ള കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. മഹാകവിക്ക് മലയാളം മിഷന്റെ പ്രണാമം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. അക്കിത്തം ഓർമ്മയുമായി കൂടെ ചേരുന്നു എം സേതുമാധവൻ, രജിസ്ട്രാർ മലയാളം മിഷൻ. അക്കിത്തത്തിന്റെ നിര്യാണം ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആ സ്നേഹപൂർണമി മാഞ്ഞു എന്നതാണ്. വരയിൽ നിന്ന് വരികളിലേക്ക് കുടിയേറി കവിതയുടെ വാടാമലരിൽ വനമാല തീർത്ത മഹാകവി അക്കിത്തം നമ്മെ വിട്ടുപിരിഞ്ഞു. ശേഷിക്കുന്നത് ആ കവിതകളുടെ അഭൗമവും അനശ്വരവുമായ സൂര്യ തേജസ് മാത്രമാണ്. ഒരു പുരുഷായസ് കൊണ്ട് തീർത്ത അക്ഷരാഗ്നിയുടെ അലയൊടുങ്ങാത്ത അരുണ ശോഭ, അതാണ് അക്കിത്തം. ഇരുൾ പരക്കുമ്പോഴുള്ള നക്ഷത്ര വെളിച്ചം, അകവും പുറവും ശുദ്ധിയുടെ വെണ്മയിലെന്ന പോലെ സുതാര്യമായിരുന്നു ആ കവിതയുടെ ഉടലഴകും അകക്കാമ്പും. കണ്ണീരുറഞ്ഞ് വെണ്ണക്കല്ലാകുന്ന വിസ്മയം. മനുഷ്യപ്പറ്റിൻ്റെ വെൺകൊറ്റക്കുട ചൂടിയ ആ കാവ്യപ്രവാഹത്തിൽ മലയാള കവിത ആസകലം നവീകരിക്കപ്പെടുകയായിരുന്നു. ഒഴുക്ക് നിലച്ച് നിശ്ചേതനമായി തളം കെട്ടിപ്പോയ കവിതയുടെ അഴുക്കും കറയും കഴുകിക്കളഞ്ഞ പാപപരിഹാര ക്രിയയായിരുന്നു അക്കിത്തത്തിൻ്റേത്. അരിവെപ്പോൻ്റെ തീയിൽ ചെന്നീയാം പറ്റ പതിക്കയാൽ പിറ്റേന്ന് ഇടവഴിക്കുണ്ടിൽ കാൺമൂ ശിശുശവങ്ങളെ. കരഞ്ഞു ചൊന്നേൻ ഞാൻ അന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഒരുപക്ഷെ ഇതിലെ ആദ്യ വരികളെ ഒഴിവാക്കിയാണ് മിക്കവാറും ഉദ്ധരണി കൊഴുത്തത്. എന്നാൽ
കടതലയറ്റ വരികളിൽ കൊഴിഞ്ഞുപോയ വിരുദ്ധോക്തിയുടെ സന്ത്രാസം അധികമാരും അറിഞ്ഞില്ല. പാരമ്പര്യ വഴികളിൽ നിന്നുള്ള ഈ വഴിമാറി നടപ്പ് പരിചരണ രീതിയിലും അനുഷ്ഠിപ്പുകളിലും പഴമയിൽ നിന്ന് പൂർണ്ണമായി വിമോചിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആണ്ടിറങ്ങിയ പ്രമേയ സ്വീകാര്യതയിലും ആവിഷ്കാരത്തിലും അത് മലയാള കവിതയുടെ ആധുനിക ഭാവുകത്വത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണ് അഴക്, ഇതേ സത്യം, ഇത് ശീലിക്കൽ ധർമ്മവും. ഇങ്ങനെ സ്നേഹത്തെപ്പറ്റി വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടിയ കവികൾ മലയാളത്തിലേറെയില്ല. നിരുപാധികമാം സ്നേഹം എന്നതിൻ്റെ അർത്ഥവും ആഴവും ഇനിയും തലമുറകൾ പഠിച്ചറിയേണ്ടതാണ്. ഈ യുഗത്തിൻ്റെ പൊട്ടിക്കരച്ചിലൻ വായിൽ നിന്നു നീ കേട്ടുവെന്നു സഖി, ഈ യുഗത്തിൻ്റെ വൈരൂപ്യദാരുണഛായയൻ കണ്ണിൽ കണ്ടുവെന്നു സഖി, ഈ യുഗത്തിൻ്റെ ദുർഗന്ധമെൻ ശ്വാസവായുവിങ്കിൽ നിന്ന് ഉൾക്കൊണ്ടു നീ എന്നു എന്നിങ്ങനെ ഈ കാലത്തിൻ്റെ സമസ്ത മാലിന്യങ്ങളും താൻ കൂടി പങ്കുപറ്റുന്നതാണെന്ന, താൻ കൂടി ഹേതുവാണെന്ന തിരിച്ചറിവാണ് അക്കിത്തത്തിൻ്റെ കവിതയിലൂടെ ഇതൾ വിരിയുന്നത്. അങ്ങനെ ആത്മവിചാരണകളുടെയും വിചാരങ്ങളുടെയും മുൾമുനകളായി മാറുന്നത്. അക്കിത്തം കവിതകൾ കൈരളിയെ പ്രകാശപൂർണമാക്കിക്കൊണ്ടേയിരിക്കും. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ മഹാകവിയായിരുന്നു അക്കിത്തം എന്ന് വരും കാലം പറയും. മലയാളത്തിലെ മഹാകവി പരമ്പരയിലാണ് അക്കിത്തത്തിൻ്റെ സ്ഥാനം. കവിത്രയത്തിനു ശേഷം ചങ്ങമ്പുഴ, ശങ്കരക്കുറുപ്പ്, കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി എന്നിവർക്ക് ലഭിച്ച അംഗീകാരം കവിതയുടെ മഹത്വം കൊണ്ട് നേടിയെടുത്ത കവി, അതാണ് അക്കിത്തം. എൻ്റെയല്ല ഈ കൊമ്പനാനകൾ, എൻ്റെയല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് പണ്ടത്തെ മേശാന്തി എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ വേദകാലത്തോളം നീണ്ട ഭൂതകാലത്തെ ഉൾക്കൊണ്ട് സമകാലത്തെ നേരിടുകയായിരുന്നു അക്കിത്തം. പശ്ചാത്താപ വിവശമായ ഹൃദയത്തിൻ്റെ പൊട്ടിക്കരച്ചിലായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. മലയാളികളെ ഏറെ പ്രകോപിപ്പിക്കുകയും ആത്മപരിശോധനയ്ക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്ത 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാകവി തന്നെയാണ് മഹാകവി അക്കിത്തം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവി അക്കിത്തം സ്മരണയുമായി കവിയും മലയാളം റിസോഴ്സ് അധ്യാപകനുമായ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. മലയാളത്തിൻ്റെ ഇതിഹാസ കവി അക്കിത്തം വിടവാങ്ങി. അക്കിത്തവുമായി എൻ്റെ ആത്മബന്ധത്തെക്കുറിച്ച് 2 വാക്ക്. അക്കിത്തത്തെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ നാട്ടുകാരനായ കവി എന്നു തന്നെയാണ്. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ നാട്ടിൽ പ്രഭാഷണത്തിനെത്തിയ അദ്ദേഹത്തെ കാണാൻ ചെന്നത് അദ്ദേഹം കവിയാണെന്ന് അറിഞ്ഞിട്ടല്ലായിരുന്നു. പിന്നീടാണ് പാഠപുസ്തകത്തിലൂടെ, കവിതകളിലൂടെ കവിയിലെത്തുന്നത്. കുമരനെല്ലൂർക്കാരനായ അക്കിത്തത്തെ പൊന്നാനിക്കളരിയിൽ ഞങ്ങളെല്ലാം അവിടുത്തെ കുട്ടികളായിരുന്ന കാലം മുതൽക്ക് വളരെ അടുത്തറിയാം. എണ്ണിയാലൊടുങ്ങാത്ത വേദികളിൽ, ക്യാമ്പുകളിൽ, സദസ്സുകളിൽ ഒരുമിച്ചിരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കാൻ എത്രയോ സന്ദർഭങ്ങളുണ്ടായി. എങ്ങട്ട് പോണു മുത്തിയമ്മേ, ചാത്തൂനെ കണ്ടോ കുട്ടിയോളെ എന്ന കവിത പലവട്ടം TTC-ക്കാർക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുകയുണ്ടായി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ എന്നതും വെളിച്ചം ദുഃഖമാണുണ്ണി എന്നതും പല വട്ടം ചൊല്ലി പ്രസംഗിക്കാനും സുഭാഷിതങ്ങൾ നടത്താനും കൂടെ കൊണ്ടു നടന്നു. പാലക്കാട് ഡയറ്റിൽ ഞാൻ 14 വർഷം അധ്യാപകനായിരുന്നപ്പോൾ ഓരോ വർഷവും TTC കുട്ടികളുമായി ഡയറ്റിനടുത്തുള്ള അക്കിത്തത്തിൻ്റെ വീട്ടിൽ അഭിമുഖത്തിനായി പോകുമായിരുന്നു. ഹൃദ്യമാണ് അവിടെ സ്വീകരണം. കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും തന്മയത്വത്തോടെ ഉത്തരം പറയും. നിരുപാധിക സ്നേഹം ബലമായി വരും ക്രമാൽ എന്നത് ഏട്ടിലെ പശുവല്ല എന്ന് ബോധ്യപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം എഴുതിയ
ധർമ്മസൂര്യൻ എന്ന പുസ്തകം എനിക്ക് നേരിൽ തന്നതും എൻ്റെ ആദ്യ കൃതി ഉണ്ണിമോഹങ്ങൾ പാലക്കാട് ഡയറ്റിൽ വെച്ച് 2002 പ്രകാശിപ്പിച്ചതും മറക്കാനാകാത്ത അനുഭവമാണ്. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല എന്ന എൻ്റെ കവിത ആദ്യം വെളിച്ചം കാണുന്നത് അക്കിത്തത്തിലൂടെയാണ്. എടപ്പാൾക്കാരനായ എനിക്ക് ജ്ഞാനപീഠ ജേതാക്കളായ 2 നാട്ടുകാരുണ്ട് എന്നത് വലിയ അഭിമാനമാണ്. അതിലൊരാളായ അക്കിത്തം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വരി, വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത് ഒരു മാറ്റം വരുത്തി ദുഃഖം വെളിച്ചമാണുണ്ണി എന്ന് വായിക്കാനേ ഈ അവസരത്തിൽ സാധിക്കുന്നുള്ളൂ. അക്കിത്തത്തിൻ്റെ കവിതകളുടെ വെളിച്ചത്തിൽ യാത്ര തുടരാം. നന്ദി, നമസ്കാരം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു അക്കിത്തം സ്മൃതി. മഹാകവി അക്കിത്തത്തെ ഓർക്കുന്നു കവി ശാന്തൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആ വരികളുടെ പൊരുൾ അറിഞ്ഞിരുന്നില്ല. പറച്ചിലിൻ്റെ കൗതുകം കൊണ്ട് അത് നെഞ്ചേറ്റിയിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സാരാംശം പിടികിട്ടിയത്. പുറം വെളിച്ചത്തിൽ നമ്മുടെ അകങ്കാഴ്ചകൾ കെട്ടുപോകും. പുറത്തേക്കുള്ള നോട്ടം അവസാനിക്കുമ്പോഴേ അകക്കണ്ണു തുറക്കൂ. അകക്കണ്ണു തുറക്കുന്നത് ഇരുട്ടിലാണ്. ഒരു കണ്ണുനീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരിനാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. പക്ഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യപക്ഷത്തുറച്ചു നിന്ന കവിയായിരുന്നു അക്കിത്തം. ഒരു കണ്ണുനീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം എന്നു പാടിയ കവി തീർച്ചയായും മനുഷ്യപക്ഷത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. ഭാരതീയതയുടെ യഥാർത്ഥ സത്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞ കവിയാണ് അക്കിത്തം. മനസ്സിലും ചിന്തയിലും ദേവാംശം കാത്തുസൂക്ഷിച്ച കവിയുടെ ഉള്ളിൽ മനുഷ്യാംശമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. എഴുതിയതെല്ലാം വേദനിക്കുന്ന മനുഷ്യരെ പറ്റിയായിരുന്നു. ദുഃഖത്തിന് ഒറ്റ ഔഷധമേ ഉള്ളൂ, അത് നിരുപാധിക സ്നേഹമാണെന്ന് അക്കിത്തം വിശ്വസിച്ചു. അതിനാൽ പ്രസ്ഥാനങ്ങൾക്കോ സിദ്ധാന്തങ്ങൾക്കോ അദ്ദേഹത്തെ തടവുകാരനാക്കാൻ കഴിഞ്ഞില്ല. അധ്വാനിക്കുന്നവരുടെ വിയർപ്പും കണ്ണുനീരും ആ കാവ്യഭാവനയെ സദാ ആർദ്രമാക്കിയിരുന്നു. ഇരുളടഞ്ഞ മനുഷ്യദുഃഖങ്ങളെ അക്ഷരവെളിച്ചത്തിലേക്ക് ആവാഹിച്ച കവിതയുടെ ഇതിഹാസമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിത വായിക്കുന്നവർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കെത്തുന്നു. ഉത്തമ കവിത ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ ആത്യന്തികമായ പരിവർത്തനവും പുനർജീവനവുമാണ്. അത് സാധ്യമാക്കിയ കവിയാണ് അക്കിത്തം. മഹാകവിക്ക് എൻ്റെ ഹൃദയാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.